ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വീഡിയോ ഒരു വൈകുന്നേരത്തൊരു സംഭവമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ജിരുമോൾ സ്കൂളിട്ട് വരുന്നുണ്ട്, ഇനി തുടങ്ങും എന്താണ് ഉമ്മ കഴിക്കാനുള്ളത് ചോദിക്കും. ഈ നമ്മളെപ്പോലത്തെ ആൾക്കാർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് വന്ന് പോയിട്ടുണ്ടാവില്ലേ. അപ്പോൾ കുട്ടികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പം ഞാൻ അവൾ വരുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ വെക്കുക കേട്ടോ. അവൾ കാണുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ മുഴുവനായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ക്ഷീണിച്ചിങ്ങനെ വരിക, പോകുമ്പോഴുള്ള ആ കൊലന്നാവില്ല, തിരിച്ച് വരുമ്പോൾ കേട്ടോ ആടി കുഴഞ്ഞി അങ്ങനെ വരും ക്ഷീണിച്ച്. അപ്പോൾ പൊന്നുണ്ട് അടുത്ത്. പൊന്നുവിനെ ഞാൻ ജില് വരുന്നത് പൊന്നുവിനോട് പറഞ്ഞിട്ടില്ലേന്നു. പറഞ്ഞ അപ്പോൾ റോട്ടുമ്മലേക്ക് ഓടിട്ടു. അപ്പോൾ പൊന്നുവിനെ കണ്ട് സലാം പറയാണ്. ഇനിയിപ്പോൾ എന്താ ഉള്ള ഉമ്മ വയ്ക്കും. അപ്പം ആദ്യം ഞാൻ ക്യാരറ്റ് ഉപ്പിലിട്ടിരുന്നു, അത് കൊടുത്തിട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും ആവില്ലല്ലോ, പക്ഷേ എന്തെങ്കിലും കടി ഉണ്ടാക്കണ്ടേ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഇപ്പം ഉണ്ടാക്കുക, കയ്യിലൊന്നുമില്ല. ഇപ്പോൾ 2 കഷ്ണം ശർക്കര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് ഗോതമ്പ് പൊടി ഉണ്ട്, ഒരു തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഞാൻ ചിരകിയിട്ട് ഈ ശർക്കര കല്ലിലിട്ടൊന്ന് കുത്തിയാണ്ട് ഞാൻ പൊടിച്ചിട്ടോ. പൊടിച്ചിട്ട് ചപ്പാത്തി പോലെ പരത്തിയിട്ട് അട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വേണോ വെച്ചപ്പോൾ അവൾക്ക് ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാനങ്ങ് ചോദിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാരറ്റ് തിന്നുകയാണ്. അപ്പോൾ തിന്നുമ്പോൾ രസം ഉണ്ടാക്കുമ്പോൾ നല്ല രസമുണ്ടാണ്. അപ്പോൾ തിന്ന് കഴിഞ്ഞപ്പോൾ ഇനി എന്താ ഉള്ളതെന്ന് ചോദിക്കുന്നത്. സ്കൂളിലൊന്നും പോയ ഭക്ഷണം മര്യാദക്ക് കഴിക്കൂല. അപ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്കുള്ളൊരു വിഷമമാണ്. മക്കളെന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്താ ഉള്ളതെന്ന് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ചോറൊന്നും ഇപ്പോൾ വേണ്ട അവർക്ക്. പണ്ടത്തെ കാലമല്ലല്ലോ. അപ്പം മക്കൾ നമ്മളെ മനസ്സിലാക്കാനൊന്നും അവർക്ക് സമയമില്ല. നമ്മൾ പറയുന്നത് കേൾക്കാനും അവർക്ക് താല്പര്യമില്ല. അതാണ് ഇപ്പോഴത്തെ മക്കൾ അല്ലേ. അങ്ങനെ ക്യാരറ്റൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കണം എന്താ ഉള്ളതെന്ന്. അതിൻ്റെ ഇടയിൽ പൊന്നു കോഴിക്ക് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കുറുമ്പാട്ടുമ്പോൾ കോഴിക്ക് അരി കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതേമാതിരി പൂച്ചനോട് ഭയങ്കര ഇഷ്ടമാണ്. പൂച്ച എവിടെ കണ്ടാലും പൂച്ചൻ്റെ അടുത്ത് പോവും. നമ്മൾ കണ്ടെന്ന് വന്നാൽ പിന്നെ പൂച്ചനെ പറഞ്ഞേക്കുന്ന പോലെ പൊയ്ക്കോ എന്ന് പറയട്ടോ. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിന് കേട്ടോ. അപ്പോൾ ഒരു പൊങ്ങുള്ള തേങ്ങയാണ് ഉണ്ടായിരുന്നത്. അതിൽ വെള്ളമില്ല, കുറച്ചേ ഉള്ളൂ, കുലുങ്ങണമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് അട ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് പൊങ്ങുള്ള തേങ്ങ. അപ്പോൾ ഈ കുട്ടികൾ 2-3 ആളുണ്ടാവുമ്പം കൊടുത്താൽ പറയും ഉമ്മ എനിക്ക് ചെറുതെന്ന് ഒക്കെ വലുത് കൊടുത്തുനിന്ന്. അപ്പം ഞാനിത് കഷ്ണമാക്കിയിട്ട് ഒരേ ലെവലാക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിന് പ്രശ്നമാകും വിചാരിച്ചിട്ട് ഇതാ കണ്ടോ, ഒരേ അളവിൽ കൊടുക്കുകയാണ്. പിന്നെ അതിന്മേൽ ഒരു തമ്മിൽ പ്രശ്നം. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് നമ്മളടുത്ത് എത്തും, നമുക്ക് ദേഷ്യം വരും. അപ്പോൾ അതാണ്ടോ. അപ്പോൾ അതിനൊന്നും അവസരം ഉണ്ടാക്കേണ്ട വെച്ചാൽ ഒരേപോലെ അളന്ന് കൊടുത്തിട്ടോ. പൊന്നൂന് പിന്നെ അതൊന്നും വേണ്ട. അപ്പോൾ ഞാനിത് ശർക്കര ഒരു കവറിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ കുത്തി പൊടിയാക്കുക കേട്ടോ. പൊടിയാക്കി തേങ്ങയിലിട്ട് കുഴക്കാനുള്ളതാണ്. അപ്പോൾ ഇത് പൊടിച്ച് വെക്കട്ടെ. തേങ്ങ ചെറുക കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിയണമെന്ന് അറിയില്ല. അപ്പോൾ ഉണ്ടാക്കാത്ത ആൾക്കാരാണ് ഉണ്ടാക്കി വെക്കണം. പിന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ചിട്ട് ഇടയ്ക്കൊരു ടേസ്റ്റ് വരാൻ. ഒരു ചായ ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടം കേട്ടോ. കുട്ടികൾക്കും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കി അല്ലാതെ അതിലേക്ക് ചേർത്ത് കിട്ടോ. ഇത് പിന്നെ ഗോതമ്പ് പൊടിയാണ്. രാത്രി ഇവിടെ ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം എടുത്ത് കുഴച്ച് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. പൊന്നതിൻ്റെ ഇടയിൽ പൂച്ചനെ കണ്ടപ്പം പോയത്. അപ്പോൾ ഞാൻ വടി എടുത്തുകൊണ്ടപ്പോൾ വേഗം ഇങ്ങോട്ട് തന്നെ വരിക കേട്ടോ. പൂച്ചന് ഭയങ്കര ഇഷ്ടമാണ്. പൂച്ച, കോഴി, കാക്ക ഇതിനൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താ കൊടുക്കേണ്ടതെന്ന് നോക്കി നടക്കും. അങ്ങനെയൊക്കെ ഒരു മോളാട്ടോ അത്. പുറത്തുനിന്ന് എടുത്തു കൊണ്ടുവന്ന ദേഷ്യത്തിന് വലിയ മോളെ
ഗ്ലാസ് എടുത്തൊരു ഏറ് എറിഞ്ഞ തലക്കാട്ടോ കൊണ്ടത്. അപ്പോൾ അരി എടുക്കാൻ പോവാട്ടോ, കോഴിക്ക് ഇനി കൊടുക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ എടുത്ത് കൊണ്ടുവന്നിട്ട് വലിയ മോളോടുള്ള ദേഷ്യം കാണിക്കുക കേട്ടോ. അങ്ങനെ ചായ ആയിട്ടുണ്ട്. ചായക്ക് ഇതേപോലെ തന്നെ ശർക്കര ഇട്ട ചായയാണ് കേട്ടോ. കാപ്പി ഉണ്ടാക്കലുണ്ട് ശർക്കര ഇട്ട്, ഞങ്ങളൊക്കെ വെറൈറ്റിയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ശർക്കര പൊടിച്ചത് ഇട്ട് ചായ ഉണ്ടാക്കി കേട്ടോ. അത് വേറൊരു ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് വീഡിയോ. ഇന്നത്തെ വൈകുന്നേരത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. സ്കൂൾ വിട്ട് വന്നതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തുകയാണ് കേട്ടോ. നല്ല വലിപ്പം വേണ്ട, അട പോലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. പിന്നെ അതിൽ തേങ്ങയും ശർക്കരയും ജീരകവും ഇട്ട്, ഏലക്കായ ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ. പക്ഷെ ഞാൻ ഇട്ടിൻ്റെ അടുത്തില്ല, അപ്പോൾ ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് അങ്ങനെ വെച്ച് ഒരു ഡിസൈനാക്കി വെച്ചിട്ട് അത് പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കാണുമ്പോൾ. ആ കാണുമ്പോൾ കുട്ടികളൊന്ന് കഴിച്ച് നോക്കണം എന്നൊക്കെ തോന്നുമല്ലോ. അപ്പം മധുരമുള്ളതുകൊണ്ട് ഇഷ്ടമായിരിക്കും. ഏതായാലും അങ്ങനെ ഓരോന്നോരോന്നൊക്കെ പരത്തി ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ആക്കി വെച്ചിട്ടോ. അങ്ങനെ ഒരു 8 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്കൊക്കെ 2 എണ്ണം വെച്ച് കൊടുത്തിട്ടോ മക്കൾക്ക്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ വെള്ളപ്പച്ചട്ടിയിൽ ഓയിൽ ഒഴിക്കാൻ കേട്ടോ. കുറച്ച് മതി കേട്ടോ, കാരണം ഇതിപ്പോൾ ചപ്പാത്തി അല്ലേ, മുങ്ങി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ഭാഗം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് പൊള്ളിയ മാതിരി വന്നാൽ മതി. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. ചൂടോടൊക്കെ ആകുമ്പോൾ അതിലിങ്ങനെ തേന് പോലെ ഇങ്ങനെ ശർക്കരൻ്റെ പാനിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോക്കൊക്കെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. വീഡിയോ കാണുന്ന എല്ലാവരും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി വെക്കണം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വീണ്ടും പറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പൊന്നും അതിൻ്റെ ഇടയിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ. ബുക്ക് എടുത്ത് മറിക്കാം, ഓരോ പെന്നെടുത്ത് കൊണ്ടുവന്ന് എറിയുക, ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കേട്ടോ. ഇപ്പോൾ ഫോൺ വേണം വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എറിഞ്ഞീന് മോളെ തലക്ക് ഗ്ലാസ് കൊണ്ട് എറിഞ്ഞീന് സോറി പറയാണ്. അപ്പോൾ ഇതാട്ടോ ഉണ്ടാക്കിയത്. നല്ല രസമുണ്ടായിരുന്നു. ഇതാ ജിനുമോക്കെല്ലാം ഇഷ്ടപ്പെട്ടാണ്. ഞാനും ഓരോന്ന് എടുത്തു കേട്ടോ. ഒന്നും പിന്നെ അങ്ങനത്തെ തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അസ്സലാമു അലൈക്കും.